الحمد لله الملك الجبار الواحد القهار وأشهد أن لا إله إلا الله وحده لا شريك له وصلى الله على النبي المصطفى المختار وعلى آله وصحبه الأخيار أما بعد അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആല, ആ പേര് കേൾക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. 4 മദ്ഹബുകളുടെ ഇമാമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രമുഖനായ ശിഷ്യനാണ് അൽ ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ല. അദ്ദേഹം ഒരിക്കൽ ഖലീഫ ഹാറൂൻ റഷീദിന്റെ കൂടെ മദീനയിൽ വരുന്നുണ്ട്. മദീനയിൽ വന്ന് മദീനയിലെ ഇമാമുദാരിൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലയെ ചെന്ന് കാണുന്നു. ഇമാം മാലിക് റഹിമഹുല്ലയുമായിട്ട് ഖാദി അബൂ യൂസുഫ് നടത്തുന്ന വൈജ്ഞാനികമായൊരു ചർച്ചയുണ്ട്. ഒരു സ്വാ എത്രയാണ് എന്നതാണ് വിഷയം. സകാത്തുൽ ഫിത്രൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന അളവ് അത് എത്രയാണ്? അബൂ യൂസുഫ് റഹിമുല്ല ചോദിച്ചു, എത്രയാണ് നിങ്ങളുടെ അടുക്കൽ ഒരു സ്വാ എന്ന് പറഞ്ഞാൽ? ഇമാം മാലിക് റഹിമുല്ലാഹു തആല പറഞ്ഞു, അത് 5 റിത്തിലുകളാണ്. റിത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കണക്കാണ്. അപ്പോൾ അബൂ യൂസുഫ് പറഞ്ഞു, ഞങ്ങളുടെ അടുക്കൽ ഇറാഖിൽ അത് 8 റിത്തിലാണല്ലോ. ഇമാം മാലിക്കിന്റെ അടുക്കൽ 5-ലധികം റിത്തിലുകളാണ്, 5 റിത്തിലും അതിലൽപ്പവും. അപ്പൊ ഞങ്ങളുടെ അടുക്കൽ അത് 8 റിത്തിലുകളാണ്, 8 റാത്തലുകളാണ്. അപ്പോൾ അത് നല്ല മാറ്റമുണ്ട്. 2 കണക്കുകളും തമ്മിൽ നല്ല മാറ്റമുണ്ട്. മദീനയിൽ അവർ കണക്കാക്കുന്നത് 5 റിത്തിലും പിന്നെ 3-1 എന്നാൽ ഇറാഖുകാരുടെ അടുക്കൽ അത് 8 റിത്തിലുകളാണ്. അപ്പൊ അതെന്താണ് അങ്ങനെ? ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല മുന്നിലിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ആരുടെയൊക്കെ കയ്യിൽ ഒരു സ്വാ അളക്കുന്ന പാത്രമുണ്ടോ ആ പാത്രം നാളെ വരുമ്പോൾ കൊണ്ടുവരണം. അടുത്ത ദിവസം ദർസിലേക്ക് വന്ന ശിഷ്യന്മാര് പാത്രങ്ങളുമായിട്ടാണ് വന്നത്. ഒരു സ്വാ അളക്കുന്ന പാത്രങ്ങളുമായിട്ടാണ് അവർ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയുടെ മജ്ലിസിൽ വന്നത്. ഒരു 50ഓളം വിദ്യാർത്ഥികളുടെ കയ്യിൽ സ്വാ ഉണ്ട്, സകാത്തുൽ ഫിത്ർ അളക്കുന്ന ആ പാത്രമുണ്ട്. എന്നിട്ട് അവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഹദ്ദസനി അബി അൻ ജദ്ദി, എൻ്റെ ഉപ്പ എൻ്റെ വല്യുപ്പയിൽ നിന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ ഈ പാത്രത്തിന്റെ അളവിലായിരുന്നു സകാത്തുൽ ഫിത്ർ കൊടുത്തിരുന്നത്. അപ്പൊ അബൂ യൂസുഫ് റഹിമഹുല്ല ആ സ്വാ ഒക്കെ പരിശോധിച്ചു. എല്ലാം ഒരേ അളവാണ്, ഒരേ കണക്കാണ്. അതിലൊരു പാത്രം എടുത്തിട്ട് അദ്ദേഹം അങ്ങാടിയിൽ പോയി ധാന്യം വാങ്ങി തൂക്കി നോക്കി. അപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞ കണക്കാണ് ആ സ്വാഇല് കൊള്ളുന്ന കണക്ക്. അങ്ങനെ ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആല ഇറാഖിലേക്ക് മടങ്ങി ചെന്നിട്ട് അവിടുത്തെ ജനങ്ങളോട് പറയുന്നൊരു വർത്താനുണ്ട്. അതൈതുക്കും ബിഇൽമിൻ ജദീദ്, മദീനയിൽ നിന്ന് ഇറാഖിലേക്ക് വന്നപ്പോൾ ഞാൻ പുതിയ ഒരു അറിവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് ചോദിച്ചു, എന്താണ് ആ പുതിയ വിജ്ഞാനം, എന്താണ്, അറിവെന്താണ്? അപ്പൊ അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 5 റിത്തിലുകളും പിന്നെ 3-1 അപ്പൊ ശരിക്ക് ഇറാഖിലുള്ളത് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായ പ്രകാരം ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 8 റിത്തിലുകളാണ്, 8 റാത്തലുകളാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ അരുമ ശിഷ്യനാണ്, ഏറ്റവും പ്രമുഖനായ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഖാദി അബൂ യൂസുഫ്. ആ അബൂ യൂസുഫാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലക്കെതിരെയുള്ള ഒരു അഭിപ്രായം പറയുന്നത്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, ഖാലഫ്ത ശൈഖൽ ഖൗം, ഈ നാട്ടിലെ ഷെയ്ഖിന്റെ അഭിപ്രായത്തിന് നിങ്ങൾ എതിര് പറയാണോ? അബൂ ഹനീഫക്ക് എതിരായിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയുകയാണോ? ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആല പറയാണ്, റഅയ്തു അംറൻ ലം അജിദ് ലഹു മദ്ഫഅ, ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത വിധത്തിലുള്ള തെളിവുകൾ ആ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ശരിയായ നിലപാടിന്റെ കൂടെ നിൽക്കാനേ കഴിയുകയുള്ളൂ. നമ്മളൊക്കെ അറിവ് പഠിക്കുന്ന ആൾക്കാരാണ്. പുതിയ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ എമ്പാടും കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. അൽ ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആലയുടെ ഈ സംഭവം നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അറിവ് അന്വേഷിക്കുന്ന, അറിവ് പഠിക്കുന്ന നമുക്കൊക്കെ അതിലൊരുപാട് പാഠങ്ങളുണ്ട്, സന്ദേശങ്ങളുണ്ട്. ഇത്ര കാലം പറഞ്ഞിരുന്നതും പഠിച്ചിരുന്നതും തെറ്റാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് തിരുത്താൻ ഒരു മടിയുമില്ല. ഇത്ര കാലം നമ്മൾ 8 റാത്തലുകളാണല്ലോ പറഞ്ഞിരുന്നത്, ഇനി എങ്ങനെയപ്പോൾ അത് 5 റാത്തലുകൾ അതിലധികം എന്നുള്ള കണക്ക് പറയുക, 8 റാത്തൽ എന്നുള്ള കണക്ക് മാറ്റുക? ഇത്ര കാലം നമ്മൾ ജനങ്ങളോട് പറഞ്ഞത് അതല്ലല്ലോ എന്നൊരു പ്രശ്നം അവിടെ ഇല്ല. ശരി, അതാണ്, ഞങ്ങൾ ഇതാ തിരുത്തുന്നു, ഇതാണ് ശരിയായ കണക്ക്. എത്ര സുന്ദരമാണ്, പക്ഷപാതിത്വമില്ല. നമ്മളെ ഇമാം അബൂ ഹനീഫ പറഞ്ഞത് ഇതാണ്, അതുമല്ലേ നമ്മൾ നിൽക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആര് എന്ത് പറഞ്ഞാലും എത്ര തെളിവ് കിട്ടിയാലും ഒരു കാര്യമില്ല. അതല്ലല്ലോ അവരുടെ രീതിയും നിലപാടും. സുബ്ഹാനല്ലാഹ്, ഇത്ര കാലം ഞാൻ പഠിച്ചത് അതാണ്, ചെറുപ്പം മുതലേ ഞാൻ കേട്ടത് ഇതാണ്, അതുകൊണ്ട് ഞാൻ അതേ ചെയ്യുള്ളൂ. അതല്ല വേണ്ടത്. സത്യം ഇതാണ്, ശരി ഇതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ
പ്രമാണം നമുക്കെതിരാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രമാണത്തിലേക്ക് മടങ്ങുക, ആ ശരിയിലേക്ക് മടങ്ങുക. അതാണ് അബൂ യൂസുഫ് റഹിമുള്ള നമ്മളോട് പറയുന്നത്. ഇറാഖിലേക്ക് മടങ്ങി ചെന്നിട്ട് അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് പറയാണ്, ഞാൻ ഇതാ പുതിയ അറിവുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അതുവരെയുള്ള കണക്ക് തെറ്റായിരുന്നു, ശരിയായ കണക്ക് ഇതാണെന്ന് പറയാൻ അതിനൊരു മടിയുമില്ല. പഠിക്കുന്നതിനനുസരിച്ച് തെറ്റുകൾ തിരുത്താനും പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.